എല്ലാവരും ഇത് ഇടണോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഹൈവേയിലോട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു 60 പോയിക്കൊണ്ടിരുന്ന ഒരു ലാഘവത്തിൽ നമ്മുടെ മെക്കാനിക്ക് ഓടിച്ചു നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണ്ടേ. അത് കൂട്ടുന്നതേ ഉള്ളൂ. അതായത് നല്ല ഇനീഷ്യലാണ് കാര്യം. കമ്പനി പറയുന്ന അനുസരിച്ച് ഓയിൽ മാറാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻ ഇന്ത്യയിലൊക്കെ ഇട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ. അതായത് നമ്മളിപ്പം ഒരു 10,000 കിലോമീറ്റർ ബജാജിൻ്റെ 10,000 കിലോമീറ്റർ റോഡ് ഐഡിയയില്ല. പണിയാകുമോ? ടോപ്പ് സ്പീഡ് 50-60 മുകളിൽ കയറുമെന്ന്. അപ്പോൾ യെസ്, നമ്മൾ രാവിലെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇന്ന് എറണാകുളത്തോട്ട് പോവുകയാണ് ഗൈസ്. എന്തിനാണെന്നറിയാം, നമ്മൾ നമ്മുടെ FC-യിൽ ഒരു സംഭവം ചെയ്യാനായിട്ട് പോവുകയാണ്. R15 V2-ൻ്റെ ചൈന സ്പ്രോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണെന്ന് ഒരുപാട് പേര് പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ VFC ഇരിക്കുമല്ലോ, ഡയറക്റ്റ് ഫിറ്റാണ്. അപ്പം ഒരു 42 ടീത്തിന്ന് 47 ടീത്തിലോട്ട് മാറ്റുമ്പം എന്താണ് ഈ ഒരു വണ്ടിക്ക് ഡിഫറൻസ് വരിക, എന്താണ് പോരായ്മകൾ, എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം നേരെ നമുക്ക് എറണാകുളം കോലഞ്ചേരിയിലുള്ള നമ്മുടെ ആട്ടോ ഡോക്കിലോട്ട് വിടാം. പോയിട്ട് നമുക്ക് ചൈന സ്പ്രോക്കറ്റ് മാറിയിട്ട് എന്താണ് അവസ്ഥയെന്ന് നോക്കാം. നിങ്ങളും FC ഉപയോഗിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി ആയിക്കോട്ടെ, ടീത്ത് കൂട്ടുന്നതോടുകൂടി എന്താണ് വ്യത്യാസം ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് കാർബേറ്റർ വണ്ടിയാണ്ട് പ്രത്യേകിച്ച് ഈസി ട്യൂണിങ്ങോ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫീല് നമുക്ക് എന്തായാലും കിട്ടും. സോ നമുക്ക് നേരെ പോവാം. ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ ചെയിൻ ഊരിയെടുത്തിരിക്കുകയാണ്. കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ബെയറിങ്ങും കൂടെ മാറുന്നുണ്ട് കേട്ടോ. ബജാജിൻ്റെ ആണിത്, നല്ല കുഴപ്പമില്ല. നമ്മൾ സ്പ്രോക്കറ്റ് ബെയറിങ്ങും കൂടെ മാറാണ്. കാര്യം 70,000 കിലോമീറ്ററോളം ഓടിയ ഒരു വണ്ടിയുടെ ബെയറിങ് ഇതുവരെ മാറിയിട്ടില്ല. കുറച്ചും കൂടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ സ്മൂത്ത്നെസ്. R15 V2-ൻ്റെ ചൈന സ്പ്രോക്കറ്റാണ് 47 ടീത്തിൻ്റെ. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം അതൊരു സെറ്റ്. ഷാഫ്റ്റിൻ്റെ അവസ്ഥയാണത്. വലിയ തീരുമാനമൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ലേ? വലിയ പ്രശ്നമല്ല. സാറിന് എക്സെപ്റ്റിന് പോകുന്നത് ആണല്ലേ. എക്സെപ്റ്റിന് മെയിനായിട്ടൊരു കംപ്ലൈൻറ്റ് ഇത് പോയി പിന്നെ ഇഞ്ചി മൊത്തം ഇളക്കണം. ഈ ഒരു സാധനത്തിന് വേണ്ടി മാത്രം. നമ്മുടെ അതെന്തായാലും വലിയ പ്രശ്നമില്ല. ഈ ഒരു ഷാഫ്റ്റ് പോയാൽ ഇഞ്ചി ഫുള്ള് തൂക്കണം. അഴിച്ചിറക്കി ഫുള്ള് റീസോൾ ചെയ്യണം. ഷാഫ്റ്റ് എല്ലാം 5-6 രൂപ പണി എന്തായാലും. 6 അതിന് മേളിൽ പോയില്ലേ? 10 രൂപയ്ക്ക് തിന്നലും 10-12 തിന്നലും. അപ്പോൾ അതിക്കൊക്കെ മര്യാദയ്ക്ക് ഓടിച്ചാൽ കിടന്നോളൂ. ഇതാണ് നമ്മുടെ V2-ൻ്റെ സ്പ്രോക്കറ്റ്. 47 ടീത്ത്, അത് 42 ടീത്ത്. ആ വലിപ്പത്തിൽ തന്നെ വ്യത്യാസം കണ്ട. ഹോളെല്ലാം ഡയറക്റ്റ് ഫിറ്റാണ്. നമുക്കിത് ഇനീഷ്യലി നല്ലൊരു പെർഫോമൻസ് നമ്മുടെ FC-ക്ക് കിട്ടും. നമുക്ക് നോക്കാം ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഡയറക്റ്റ് ഫിറ്റാണ്. ബെയറിംഗ് ഒക്കെ മാറുമ്പോഴേ ഇതുപോലെ റബ്ബർ സീലിംഗ് ഉള്ള ബെയറിംഗ് മാറുക, അല്ലെങ്കിൽ വെള്ളം കയറി കൊറോഷനായിട്ട് ഇരുമ്പൊക്കെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു എക്സ്പൾസ് മൊത്തത്തിൽ പൊളിച്ചിട്ടേക്കുന്നു. സംഭവം ഈ കമ്പനിക്കാരുടെ തന്നെ ഏകദേശം ഫാൾട്ട് തന്നെ. ഈ എഞ്ചിനൊക്കെ കമ്പനിക്കാരന്മാർ 5,000 ഓടാം 10,000 ഓടാം. ഓയിൽ കമ്പനിക്കാരന്മാർ ഭയങ്കര പൈസയാണ്. ആളുകൾ ആ രീതിയിൽ ഓയിൽ മേടിച്ചിരിക്കും. കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു 3,000 കിലോമീറ്റർ 3,500 കിലോമീറ്റർ ഓയിൽ മാറണം. അതുകൊണ്ടെങ്കിൽ ഇഞ്ചിന് ക്ലച്ച് നമ്മുടെ യമഹ ഒക്കെ ചെയ്യുന്നത് പക്ക കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കമ്പനി പറയുന്ന അനുസരിച്ച് ഓയിൽ മാറാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻ ഇന്ത്യയിലൊക്കെ ഇട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ. അതായത് നമ്മളിപ്പം ഒരു 10,000 കിലോമീറ്റർ ബജാജിൻ്റെ 10,000 കിലോമീറ്റർ ഓടുമെന്ന് പറയുന്നത് ടോപ്പ് അപ്പ്. അതിൻ്റെ ഇടയ്ക്ക് അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ആ ഒരു ഓയിൽ 10,000 കിലോമീറ്റർ വരെ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മേ ബി ഒരു 50,000 കിലോമീറ്റർ ആകുന്ന സമയത്തൊക്കേക്കും എന്തെങ്കിലും ചെറിയൊരു ഹെഡിനെ പണിയെങ്കിലും മിനിമം കിട്ടും. അതുപോലെ എക്സ്പൾസിന് ഒരു പണി കിട്ടിയതാണ് ഇരിക്കുന്നത്. കാരണം എക്സ്പൾസിന് ഒരു 6,500 കിലോമീറ്ററിലാണ് ഇൻ്റർവെൽ വരുന്നത്. നമ്മുടെ റോഡ് കണ്ടീഷന് സത്യം പറഞ്ഞാൽ ഓയിൽ കരിഞ്ഞിട്ടല്ല നമ്മൾ മാറേണ്ടത്. ആ ഓയിൽ കരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു 3,000-3,500 കിലോമീറ്റർ ആകുമ്പം മാക്സിമം ഒരു 4,000 കിലോമീറ്റർ അപ്പോൾ അതിനുള്ളിൽ തന്നെ മാറാൻ ശ്രമിക്കുക. ഈ യമഹയുടെ എഞ്ചിനൊക്കെ അത്യാവശ്യം റിലയബിൾ ആകുന്നതിൻ്റെ കാരണം അവർ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വലിയ ഗ്രേഡ് ഇല്ലാത്ത യമഹയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത
എമലൂപ്പ് കൊടുക്കുന്നുണ്ട്. അതിൽ 3000 കിലോമീറ്റർ R3 ആണെങ്കിൽ പോലും 3000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ മാറണമെന്നാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ എൻജിന് ലൈഫ് കിട്ടുന്നുണ്ട്. ഹോണ്ടയ്ക്ക് ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. പിന്നെ ട്രയംഫ് 16,000 കിലോമീറ്റർ, അതിനെപ്പറ്റി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചൈന സ്പ്രോക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ മെക്കാനിക്കിനെ കൊണ്ടൊന്ന് ഓടിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു വിടുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി ഓടിക്കുന്നത്. V2-ൻ്റെ ചൈന സ്പ്രോക്കറ്റ് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടെന്ന് പുള്ളി ഒന്ന് ഓടിച്ചിട്ട് വന്ന് പറയും. ഫ്രണ്ട് ബ്രേക്ക് ഇല്ലേട്ടാ. R15 V2-ൻ്റെ ചൈന സ്പ്രോക്കറ്റ് ഇട്ടാൽ ബെറ്റർ ആകുമെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അങ്ങനെ ഇട്ടതാണ്. എന്താകുമെന്നൊന്നും ഒരു ഐഡിയയുമില്ല. ഇനി പണിയാകുമോ, ടോപ്പ് സ്പീഡ് 50-60 മുകളിൽ കയറുമെന്നൊന്നും അറിയത്തില്ല. എന്തുവാണ് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? അടിപൊളിയുണ്ടോ? ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല പിക്കപ്പ് ഉണ്ടല്ലോ ഇപ്പോൾ. ഓടിച്ചു നോക്കട്ടെ. ശരി ചേട്ടാ. ഓക്കെ. നമ്മുടെ മെക്കാനിക്ക് ഓടിച്ചു നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണ്ടേ. എൻ്റെ മോനെ, അടിപൊളി ചേട്ടാ, അടിപൊളി, ഒന്നും പറയാനില്ല. അതായത് ഒരു ഹ്യൂജ് ഡിഫറൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഒരു ടോർക്ക് കൂടിയൊരു ഫീലുണ്ട്. അതെന്തായാലും ഒരു ഇനീഷ്യൽ ഒരു ഇനീഷ്യലിൽ നമുക്ക് ആ ഒരു ടീത്ത് കൂടിയതിൻ്റെ ആയിട്ടുള്ള ഏകദേശം 5ഓളം ടീത്താണ് കൂടിയിരിക്കുന്നത്. അതിൻ്റെ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. ആ ജെർക്കിനെസ് ഒന്നും ഇപ്പം നിലവിലില്ല. അത്യാവശ്യം നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. ത്രോട്ടിലൊക്കെ നല്ല റെസ്പോൺസായി. വണ്ടി കൈ കൊടുക്കുമ്പോൾ തന്നെ അങ്ങ് പറക്കുമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ നല്ല റെസ്പോൺസീവായിട്ടുള്ള ഒരു നേച്ചറായി മാറിയിരിക്കുകയാണ് വണ്ടിയുടേത്. അതായത് FC-യുടേത് സ്റ്റോക്ക് വരുന്നത് 42 ടീത്താണ്. ഇത് 47 ആയി, 5 ടീത്ത് കൂടി. അപ്പം അതിനനുസരിച്ച് വണ്ടിക്കാണ്ട് കണ്ടില്ലേ, ഒരു ഇനീഷ്യലി ഒരു നല്ലൊരു റെസ്പോൺസ് തന്നെ കിട്ടുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ പക്ക സ്മൂത്തായി. അതുമാത്രമല്ല ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്ലച്ച് പിടിക്കേണ്ട ആവശ്യം വരുന്നത് സിറ്റി കൂടെ ഒക്കെ നമുക്ക് ആ ഒരു 3rd ഗിയറിൽ കൂടെ തന്നെ മാക്സിമം പോകാൻ പറ്റുന്നൊരു സെറ്റപ്പായി. എനിക്ക് തോന്നുന്നു മൈലേജ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകുമെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചതുപോലെ വലിയ ചാട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പക്ഷേ സംഭവം വെർത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിന് എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടെങ്കിൽ മേ ബി 8ൻ്റെ പണി കിട്ടിയേക്കാം എന്ന് തോന്നുന്നു. സോ എന്തായാലും കുറേ ദിവസം കൊണ്ടുള്ള കുറേ നാളുകൊണ്ടൊരു ആഗ്രഹം തന്നെ വെർഷൻ 2-ൻ്റെ സ്പ്രോക്കറ്റ് എന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പം നമ്മൾ ഒന്ന് ഇട്ട് നോക്കിയില്ലെങ്കിൽ മോശമല്ലേ, FC കയ്യിലിരുന്നിട്ട് അത് ഇത്രയും പരീക്ഷണങ്ങളൊക്കെ ചെയ്ത വണ്ടി എന്നുള്ള നിലയ്ക്ക്. സോ വണ്ടി അടിപൊളിയായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്രിസ്പിയായി എൻജിൻ. ആ സ്പ്രോക്കറ്റ് ബെയറിങ്ങൊക്കെ മാറിയപ്പോഴേ കുറച്ചുകൂടെ സ്മൂത്ത് ആൻഡ് ക്യാമറായി വണ്ടി. അതായത് ഇതിൻ്റെ മീറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള വിസിബിലിറ്റിയൊക്കെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് സ്പീഡ് ഒരു 44-ലാണ് ഇപ്പം പോകുന്നത്. ഫിഫ്ത്ത് ഗിയറിൽ 40-45 ഈസി ആയിട്ട് ഇതേ നോക്കിംഗ് ഒന്നും ഇല്ലാതെ പോകാൻ സാധിക്കുന്നു. 40 അല്ല, 30-ലും പോകാൻ സാധിക്കുന്നുണ്ട്. കൊള്ളാം. ഇനി ടോപ്പ് സ്പീഡ് കുറയാലും കുറഞ്ഞില്ലെങ്കിലും നമുക്ക് വിഷയമൊന്നുള്ള കാര്യമല്ല അത്. കാരണം ടോപ്പ് സ്പീഡിന് വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയായിട്ട് ഞാൻ ഈ ഒരു വണ്ടിയെ കാണുന്നില്ല. എനിക്ക് മെയിൻലി സിറ്റി കമ്മ്യൂട്ടിങ്ങിനും ഒക്കേഷനലി ഏതെങ്കിലുമൊക്കെ ചെറിയ റൈഡൊക്കെ പോകാൻ. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ FC-ക്കകത്തോട്ട് നമ്മൾ ആ ഒരു ബ്രാസ് കോട്ടഡ് R15 വെർഷൻ 2-ൻ്റെ ആ ഒരു ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മളൊരു 100 കിലോമീറ്റർ ഇപ്പം നിലവിൽ ഓടിച്ചൊരു ഇമ്പ്രഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഇടണോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഹൈവേയിലോട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു 60 പോയിക്കൊണ്ടിരുന്ന ഒരു ലാഘവത്തിൽ ഇപ്പോൾ ഒരു 55 പോവാം. അതായത് ഒരു 5% അല്ലെങ്കിൽ 5 സ്പീഡിൻ്റെയൊക്കെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട് ഇപ്പം ഹൈവേയിലോട്ട്. ഇപ്പം അത് വലിയ ഡിഫറൻസ് ഒന്നും അല്ല. FC-യുടെ ക്യാരക്ടറിനെ ബാധിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു 80 അല്ലെങ്കിൽ 75 സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ചെറിയൊരു ബസ്സിനസ് പോലെ എവിടെയോ ഒരു മൈനർ ഒരു സ്ട്രെസ്സ് പോലെ ഫീൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും സ്ട്രെസ്സൊന്നും അല്ല,
നമുക്ക് സ്റ്റിൽ ക്രൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ ഒരു ഹൈവേയിലോട്ട് എഫ് സിയുടെ ഒരു ക്യാരക്ടറിനെ ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിലും സിറ്റിയിലോട്ട് വരുമ്പം എഫ് സിയുടെ ക്യാരക്ടറിനെ അത് കൂട്ടുന്നതേ ഉള്ളൂ. അതായത് നല്ല ഇനീഷ്യലാണ്, മാരക വീലി അടിച്ച് നിൽക്കുന്നൊന്നുമല്ല പറയുന്നത്. നമ്മളിപ്പം ഈ ഒരു വണ്ടി എടുത്തിട്ട് സിറ്റി കൂടെ അധികം ക്ലച്ച് പിടിക്കാതെ അധികം ഗിയർ ഡൗൺ ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കും. ഒരു 4ാമത്തെ ഗിയറിലും ഗിയർ വലിയ രീതിയിൽ ഡൗൺ ചെയ്യേണ്ട, ഒരു വളവെത്തിയാലൊന്നും ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജെർക്കിനെസ് കുറവാണ്. അതുപോലുള്ള ഒരുപാട് ഗുണങ്ങൾ സിറ്റിയിലുണ്ട്. ഹൈവേയിലോട്ട് വരുമ്പം വളരെ ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രയും തീത്ത് കൂടുന്നതിൻ്റെ വ്യത്യാസമാണ്. അപ്പം ഹൈവേയിൽ അധികം ഓടിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫ് സിയുടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീല് വേണമെന്നുണ്ടെങ്കിൽ ഇടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ സിറ്റിയിലോട്ട് നോക്കുന്നവർക്ക് ഞാൻ മസ്റ്റായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു ചൈന സ്പ്രോക്കറ്റ്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. നമ്മളിപ്പം എറണാകുളത്ത് നിന്ന് നേരെ നമ്മൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സൺസെറ്റൊക്കെ ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ മയങ്ങുകയാണ്. ഈ ഓട്ട് ചെയ്യാൻ ഇതുവരെ പോയിട്ടില്ല. മയങ്ങി ഇങ്ങനെ ഓടിച്ച് വരുവാണ്. അത്ര നല്ല രീതിയിൽ ക്ഷീണിച്ച് 200-210 കിലോമീറ്ററോളം ആണ് ഈ ഒരു വണ്ടി ഞാനിപ്പോൾ നിലവിൽ ഓടിച്ചിരിക്കുന്നത് എല്ലാം കൂടെ. അപ്പോൾ ഇനിയിപ്പം കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. മെയിനായിട്ടും വണ്ടിയുടെ വൃത്തിയൊന്ന് മെനയാക്കണം, എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം പോയത്. നമ്മുടെ അടുത്തൊന്നും സ്റ്റോക്കൊന്നും ഇല്ല. അപ്പം കുറേ ആളെ റൈഡൊക്കെ പോയിട്ട് പിന്നെ റൈഡ് പോയേക്കാമെന്ന് വെച്ചു. നിങ്ങളുടെ അഭിപ്രായം താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ്. അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.